ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യഹോവയായ ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ അത്ഭുതകരമായ കരുതൽ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു എന്നത് അതിശയകരമാണ്. പഴയ നിയമത്തിൽ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയപ്പോൾ ക്രൂശിൽ ദൈവം തന്റെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി. മരുഭൂമിയിലെ യാത്രയിൽ ഇസ്രായേൽ ജനത വിശന്നു വലഞ്ഞപ്പോൾ ദൈവം ആകാശത്തു നിന്ന് മന്ന നൽകി അവരെ പോഷിപ്പിച്ചു. എന്നാൽ ആ മന്ന കഴിച്ചവർ പിന്നീട് വിശക്കുകയും മരിക്കുകയും ചെയ്തു. ക്രൂശീകരണത്തിലൂടെ യേശു തന്റെ ശരീരം നൽകി ലോകത്തിന് ജീവന്റെ അപ്പമായി മാറി. ഈ അപ്പം ഭക്ഷിക്കുന്നവർ ആത്മികമായി ഒരിക്കലും വിശക്കുകയില്ലെന്ന് മാത്രമല്ല, അവർ നിത്യമായി ജീവിക്കുമെന്നും യേശു ഉറപ്പ് നൽകി. മരുഭൂമിയിലെ യാത്രയ്ക്കിടയിൽ മാറായിലെ വെള്ളം കുടിക്കുവാൻ കഴിയാത്ത വിധം കയ്പുള്ളതായിരുന്നു. ദൈവം ഒരു മരം കാട്ടിക്കൊടുക്കുകയും അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി മാറുകയും ചെയ്തു. അതുപോലെ പാപനിമിത്തം കയ്പ് നിറഞ്ഞ മനുഷ്യ ജീവിതത്തെ മധുരമുള്ളതാക്കുവാൻ യേശു ക്രൂശിൽ തന്റെ തിരുരക്തമൊഴുക്കി. ക്രൂശാകുന്ന മരത്തിൽ ചിന്തപ്പെട്ട ആ രക്തം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാപങ്ങളെയും കയ്പിനെയും മാറ്റി സമാധാനവും സന്തോഷവും നൽകുന്നു. അതുപോലെ ദാഹിച്ചു വലഞ്ഞ ജനത്തിനു വേണ്ടി മോശ പാറയിൽ അടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അത് അവരുടെ ശാരീരിക ദാഹം തീർത്തു. എന്നാൽ കാൽവറയിൽ യഥാർത്ഥ പാറയായ ക്രിസ്തു അടിക്കപ്പെട്ടു. അവിടുത്തെ വിലാപ്പുറം കുന്തം കൊണ്ട് തുളയ്ക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് വെള്ളവും രക്തവും ഒഴുകി. ഈ ഉറവ നമ്മുടെ ആത്മാവിന്റെ ദാഹം തീർക്കുകയും നമ്മെ പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ പാമ്പുകടിയേറ്റവർ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഒരു വടിയിൽ ഉയർത്തിയ താമ്ര സർപ്പത്തെ നോക്കിയവർ ജീവൻ പ്രാപിച്ചു. പാപമാകുന്ന സർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യവർഗത്തിനു വേണ്ടി യേശു കുരിശിൽ ഉയർത്തപ്പെട്ടു. ആ ക്രൂശിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്ന ഏവനും നിത്യജീവൻ എന്ന അത്ഭുതം ലഭിക്കുന്നു. പ്രിയ ദൈവജനമേ, പഴയ നിയമത്തിലെ അത്ഭുതങ്ങൾ ഇസ്രായേൽ എന്ന ഒരു ചെറിയ ജനതയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നുവെങ്കിൽ ക്രൂശിലെ അത്ഭുതം ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അന്ന് ദൈവം അവർക്ക് നൽകിയ മന്നയും വെള്ളവും താൽക്കാലികമായിരുന്നു. എന്നാൽ യേശു തന്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും നമുക്ക് നൽകിയത് നിത്യമായ ജീവനാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി സ്വയം അത്ഭുതമായി മാറിയ ദൈവത്തെയാണ് നാം ക്രൂശിൽ കാണുന്നത്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ അത്ഭുതകരമായ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അന്ന് മരുഭൂമിയിൽ അങ്ങയുടെ ജനത്തിന് മന്ന നൽകി പോറ്റിയതുപോലെ ഇന്ന് ഞങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ് കടക്കുവാൻ ജീവന്റെ അപ്പമായ യേശുവിനെ നൽകിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, മാറായിലെ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും കൈപ്പേറിയ അനുഭവങ്ങളെയും ക്രൂശിലെ അങ്ങയുടെ രക്തത്താൽ സൗഖ്യമാക്കണമേ. അങ്ങയുടെ തിരുശരീരവും രക്തവും വഴി ഞങ്ങൾക്ക് ലഭിച്ച പാപമോചനത്തിന്റെ വലിയ അത്ഭുതം എന്നും ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ക്രൂശിലെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിന്റെ